ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇന്നൊരു പുതിയ വീഡിയോ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് ദൂരെയുള്ള ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. കൊല്ലം ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ധാരാളം പ്രേക്ഷകർ കൊല്ലം ജില്ലയിലും അതിൻ്റെ പരിസരം അതുപോലെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിലെ പത്തനാപുരം പുനലൂർ എന്നൊക്കെ പറഞ്ഞ ഏകദേശം ആ ജില്ലക്കാർക്ക് അറിയായിരിക്കില്ല. അപ്പോൾ അവിടെ നിന്നും ഒരു 7 കിലോമീറ്റർ ഉള്ളിലേക്കാണ്, 7 കിലോമീറ്റർ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 50 സെൻറ്റ് സ്ഥലമാണ് കൊടുക്കാനുള്ളത്. 50 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ചെറിയൊരു ഫാം നടത്താനോ അതല്ലെങ്കിൽ കൃഷിക്കോ അങ്ങനെ പലതിനും അനുയോജ്യമാണ്. അതുമാത്രമല്ല വളരെ കുറഞ്ഞ വിലയാണ് ചോദിച്ചിട്ടുള്ളത്. 1 ലക്ഷം അതല്ലെങ്കിൽ 90,000 അതല്ലെങ്കിൽ 80,000 അതല്ലെങ്കിൽ 70,000 ഒന്നുമില്ല, അതിലൊക്കെ താഴെ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് 50 സെൻറ്റ് സ്ഥലം അർജൻറ്റായിട്ട് കൊടുക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടമസ്ഥർ അവിടെ നിന്ന് വിളിച്ചാണ്, നേരിട്ട് വിളിച്ചാണ്, ഇടനിലക്കാരും തന്നെ അല്ല കേട്ടോ. അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് ഓണറുടെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ കൊടുക്കാറ്. എന്തുകൊണ്ടാണ്? നമുക്കല്ലേ കൈ നിറച്ച കാശ് അവർ തരുന്നുണ്ട്. അതായത് ഓണറിൽ നിന്ന് 2%, ബയ്യറിൽ നിന്ന് 1%, ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വില ഏകദേശം പറഞ്ഞല്ലോ അല്ലേ, ഒന്നല്ല അല്ലേ, 90 അല്ല, 80 അല്ല, 70 അല്ല, അതിൽ താഴെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടി കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടമസ്ഥനെ വിളിക്കുക. കറക്റ്റ് ലൊക്കേഷൻ, ഞാൻ അത്രയും ദൂരം പോകാത്തതുകൊണ്ടും വളരെ വിശദമായൊരു പരിചയമൊന്നും ആ ഭാഗത്തില്ലാത്തതുകൊണ്ട് കൊല്ലം അത്യാവശ്യമൊക്കെ പോയിട്ടുണ്ട്. കടപ്പാക്കട, അതുപോലെ എന്താ പറയുക, നമ്മൾ ആണ്ടാമുഖം അല്ലേ, ആശ്രമ മൈതാനം, ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ, വളരെ നേരത്തെ കേട്ടോ. കുറച്ച് കാലമൊക്കെ നല്ല മനുഷ്യരാണ്. കുറച്ച് കാലമൊക്കെ അവിടെ താമസിച്ചിട്ടുണ്ട്. വളരെ സ്നേഹമുള്ള ആളുകളാണ്. അന്നത്തെ ഒരു 2 മാസത്തോളം ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, വീട് വെക്കാനോ കൃഷി ചെയ്യാനോ ഫാം നടത്താനോ ഒക്കെ വസ്തു അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് ഉടമസ്ഥർ പറഞ്ഞത്. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് വളരെ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് പറഞ്ഞത്. വളരെ വിലക്കുറവിലാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും റോഡ് സൗകര്യമുണ്ട്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും ഒരു 100 മീറ്റർ കോൺക്രീറ്റ് റോഡ് വഴി സഞ്ചരിക്കണം. അത്രയും പക്ഷേ നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് എല്ലാ വാഹനങ്ങളും പോകും. ആവശ്യക്കാർ മാത്രം വിളിക്കാനാണ് പറഞ്ഞ്, ഇടനിലക്കാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് നേരിട്ട് കാണുക. കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കച്ചവടം ഉറപ്പിക്കാം അല്ലേ. അപ്പോൾ കൊല്ലം ജില്ലയിൽ മറ്റുള്ള ആളുകളും സ്ഥലം കൊടുക്കാനുണ്ടെങ്കിലൊക്കെ നമ്മളെ വിളിക്കാവുന്നതാണ്. നിരവധി ആളുകളാണ് നമുക്ക് പാലക്കാട് നിന്ന് വളരെ ദൂരെയുള്ള അല്ലേ, ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ പത്തനംതിട്ട, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ട്. നിഷാദ് വന്നേ പറ്റൂ. വളരെയധികം കോളുകളാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു ചെറിയൊരു ഫീസ് വാങ്ങിച്ചിട്ട് പ്രോഗ്രാം ചെയ്യാറില്ലേ, ആ വാങ്ങിക്കുന്ന ഫീസിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാഹചര്യമുള്ള അത്രയും ദൂരം മാത്രമേ നമ്മൾ പോവുള്ളൂ. പിന്നെ ഒരുപാട് ദൂരത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും പെട്രോൾ എക്സ്പെൻസൊക്കെ ഒരുപാടാവും. 10 കിലോമീറ്ററാണ് നമ്മുടെ കാറിന് എന്താ പറയുക മൈലേജ് കിട്ടുന്നത്. അപ്പോൾ അത്രയും ദൂരം വരുമ്പോൾ വലിയൊരു എമൗണ്ട് നിങ്ങളിൽ നിന്ന് ഞാൻ ആ ഒരു പെട്രോൾ എക്സ്പെൻസിലേക്ക് വാങ്ങേണ്ടി വരും. നമ്മളൊരു 3000 4000 ഒക്കെ വാങ്ങുമ്പോൾ തന്നെ ചില ആളുകൾ പറയാറുണ്ട് ഇത്രയധികം പൈസ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ 5000 10,000 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദൂരമൊക്കെ ഇടുക്കി അല്ലെങ്കിൽ പത്തനംതിട്ട അല്ലെങ്കിൽ ഇതുപോലെ കൊല്ലമൊക്കെ വന്ന് വരണമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു എമൗണ്ട് നമ്മൾ യാത്രാ ചിലവിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അത്രയും രൂപ നമ്മൾ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അത്രയും ദൂരത്തേക്ക് വരാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ ദൂരത്ത് നിന്ന് വിളിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ എടുക്കുക. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ 1 മിനിറ്റ് വെച്ചിട്ടുള്ള ഒരു 3-4 ക്ലിപ്പ് എടുത്താൽ മതി. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ, ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ചാണ് എടുക്കേണ്ടത്, ഇളകാതെ. അപ്പോൾ നമ്മൾ അത് വെച്ച് എഡിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സ്ഥലങ്ങൾ കൂടി കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു ഫീസ് വാങ്ങിക്കുന്നുള്ളൂ, വലിയൊരു ഫീസ് ഒന്നും വാങ്ങിക്കും. നമ്മൾ എഡിറ്റിംഗ് ചാർജ്, നമ്മൾ ഈ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ വാടകയ്ക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിലേക്ക് ചെറിയൊരു എമൗണ്ട് മാത്രം ഫീസായിട്ട് വാങ്ങിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക, ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ നടന്ന് വിശദമായിട്ട് കാണിക്കുമ്പോഴാണ് ഇഷ്ടപ്പെടുക. പക്ഷേ കുറേ ആളുകൾക്ക് സമയമില്ല, വളരെ പെട്ടെന്ന് കാണണം. അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതിൽ ബൈ.